മക്കളെ, അപ്പോൾ നമ്മുടെ +2 റിസൾട്ടിന്റെ ഡേറ്റ് നമുക്ക് ഒഫീഷ്യലി കിട്ടിയിട്ടുണ്ട്. മെയ് 21-ാം തീയതിയാണ്. അപ്പോൾ ഇനി ഏകദേശം ഒരു 5-6 ദിവസങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പം പല മെസ്സേജുകളും എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു കുട്ടി ഇങ്ങനെ മെസ്സേജ് അയച്ചു, മെസ്സേജ് ഭയങ്കരമായിട്ടും ടെൻഷൻ ആകുന്നു, റിസൾട്ടിനെ കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ച് ആൻസൈറ്റി കൂടിക്കൂടി വരികയാണ്, ഈവൻ ഡെയിലി ലൈഫിലെ കാര്യങ്ങളെ പോലും അത് ബാധിച്ചു തുടങ്ങും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഒരു കുട്ടി മാത്രം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമല്ല. ഇന്ന് +2 റിസൾട്ട് കാണാനായിട്ട് അല്ലെങ്കിൽ +2 റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന പല കുട്ടികളും ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പം ഈ ആൻസൈറ്റി എങ്ങനെ നമുക്ക് ഒഴിവാക്കാം? എന്തായാലും റിസൾട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. റിസൾട്ട് 21-ാം തീയതി വരും. നമ്മൾ എന്നല്ലെങ്കിൽ നാളെ ഇത് ഫേസ് ചെയ്തേ പറ്റും. റിസൾട്ടിനെ കുറിച്ചുള്ള ആൻസൈറ്റിയും സ്ട്രെസ്സും വരുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ +2 മാർക്കല്ല നിങ്ങളുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. +2 മാർക്ക് എന്ത് തന്നെ ആയെന്ന് പറഞ്ഞാലും അതൊരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ് ആകില്ല എന്നൊരു കാര്യം ഒരിക്കലും അത് തീരുമാനിക്കാനായിട്ട് പോകുന്നില്ല. കാരണം +2 ഫുൾ A+ കിട്ടിയ ആളുകളല്ല ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകളും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ എത്രമാത്രം എഫേർട്ട് ഇട്ടു എന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മളെ സക്സസ് ആക്കുന്ന കാര്യം നമ്മളിട്ട എഫേർട്ടാണ്. അപ്പോൾ നിങ്ങളൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈവൻ റിസൾട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് എന്ത് തന്നെ ആയെന്ന് പറഞ്ഞാലും എഫേർട്ട് ഇട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആകാനുള്ള ഒരു വഴി നിങ്ങൾക്ക് തന്നെ തുറന്നു കിട്ടും. അപ്പം ഒന്നാമത്തെ കാര്യം നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക, ഈ മാർക്ക് നിങ്ങളുടെ ലൈഫിനെ ഒരിക്കലും തീരുമാനിക്കാനായിട്ട് പോകുന്നില്ല. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നിങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, പിന്നെ സബ്ജക്റ്റിന് A+ കിട്ടും. അപ്പോൾ +1 മാർക്കൊക്കെ വെച്ച് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ കാണും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അതേസമയം തന്നെ ഒരു വേസ്റ്റ് സിറ്റുവേഷനും കൂടെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ പ്രിപ്പയർഡ് ആയിട്ട് ഇരുത്തുക എന്നൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഏത് വന്നാലും നമ്മളൊരു ബാലൻസിലായിരിക്കണം നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് അതിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഡിപ്രസ്ഡ് ആകാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പോൾ തിങ് ഈസ് ദാറ്റ് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക എന്നൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം, പലപ്പോഴും നമുക്ക് സ്ട്രെസ്സിലോട്ട് നമ്മൾ എത്തിക്കുന്ന കാര്യം ഈ കമ്പാരിസണാണ്. അപ്പം നമ്മളെന്ന് പറയുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ആളുകളാണ്. ഒരിക്കലും നമുക്കുള്ള ഒരു കാര്യങ്ങളോ നമ്മുടെ കഴിവുകളോ നമ്മുടെ ടാലൻറ്റുകളോ ആവില്ല മറ്റൊരാൾക്ക് കിട്ടിയിരിക്കും. മറ്റൊരാളെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ പേരൻസും ടീച്ചേഴ്സും ബന്ധുക്കളും എല്ലാവരും ഇത് ചെയ്യുമെന്നുള്ളൊരു കാര്യം ഷുവറാണ്. ഇനി അവരെല്ലാവരും തിരുത്തുക എന്നൊരു കാര്യം നമുക്ക് പറ്റില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ യുണീക്കാണ്. ഒരിക്കലും നിങ്ങളെ വെച്ച് മറ്റൊരാളെ കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നോ അതിൽ നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തുക. ഇനി നിങ്ങൾ സ്ട്രെസ്ഡ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ പൊടിക്കൈകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ചെറുതായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മുടെ വീടിനടുത്തുള്ള ഫ്രണ്ട്സിനോടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക എന്നൊരു കാര്യം നിങ്ങളെ ആ ഒരു ചിന്തയിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സഹായിക്കും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാൻ കൂടുതൽ ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കുറേ ടൈം എൻഗേജ്ഡ് ആകുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എൻഗേജ്ഡ് ആകുന്ന സമയത്ത് ഇപ്പോൾ ഒരു നീറ്റ് എക്സാമിൻ്റെ അല്ലെങ്കിൽ SSLCയുടെ റിസൾട്ട് വന്നു. അപ്പോൾ റിസൾട്ടുകളുടെ ഒരു അതിപ്രസരവും അതിൻ്റെ കുറേ ഫ്ലെക്സുകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാകും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണും. അപ്പം നിങ്ങൾ +2 റിസൾട്ട് വെയിറ്റ് ചെയ്ത കുട്ടികളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളുടെ മൈൻഡിനെ കുറച്ച് മാറ്റി നിർത്തി മറ്റ് ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആകുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ കുറേയൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി അവിടെ നിങ്ങൾക്ക് പറ്റുന്നില്ല, അത്രയും അധികം ആൻസൈറ്റി വരികയാണ്, മിസ് എനിക്കിത് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ പ്രശ്നം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സാക്ട്ലി നല്ലൊരു സൊല്യൂഷൻ തരും എന്നുള്ള ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യുക. നിങ്ങൾ മൈൻഡിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നു, ഉറക്കമില്ലാതെ വരുന്നു, നിങ്ങളുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കും. അപ്പോൾ ഓർത്ത് നോക്കുക, ജസ്റ്റ് ഒരു റിസൾട്ട് അങ്ങനെ നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ഫ്രണ്ട് കാണും, ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ് ആവാം, ചിലപ്പോൾ ടീച്ചേഴ്സ് ആകാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് നല്ല അഡ്വൈസ് തരും എന്ന് തോന്നുന്ന ഒരാളുടെ അടുത്ത് നിങ്ങളത് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ കുറേയൊക്കെ നമുക്ക് മൈൻഡ് ഫ്രീ ആക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എക്സാം എന്തായാലും എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് റിസൾട്ട് വന്നേ പറ്റുള്ളൂ, റിസൾട്ട് നമ്മൾ എന്തായാലും സ്വീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അത് +2 റിസൾട്ടിലേക്ക് മാത്രമല്ല, ലൈഫിലുടനീളം എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ ഫേസ് ചെയ്യാനായിട്ട്, അതിനെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാനായിട്ട് ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഈ പ്രായത്തിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ എന്തായാലും റിസൾട്ട് വരട്ടെ. ഇനി എന്ത് തന്നെ ആയാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ പല കോഴ്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു 50% മാർക്ക് മതി, അല്ലാണ്ട് നിങ്ങൾ പറയുന്ന എല്ലാ ഫുൾ A+ കിട്ടിയവർ മാത്രമൊന്നുമല്ല എല്ലാ കോഴ്സിലും അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളപ്പോൾ മൈൻഡ് പീസ്ഫുൾ ആയിട്ടിരിക്കുക, റിസൾട്ടിനെ നേരിടാനായിട്ട് റെഡിയാക്കുക. നമ്മളെല്ലാവരും കൂടെ ഉണ്ടാകും. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം.